നമസ്കാരം. ഇന്ന് സോഷ്യൽ മീഡിയയുടെ കാലമാണ്. അതായത് സോഷ്യൽ മീഡിയയിൽ ആളായാൽ അവർക്ക് എന്തും സാധിച്ചെടുക്കാൻ കഴിയും എന്നൊരു സാഹചര്യം നിലവിലുണ്ട്. ആദ്യകാലങ്ങളിലൊക്കെ പരസ്പരം നമ്മൾ സൗഹൃദം പങ്കുവെക്കുന്നത് ഒത്തുചേരലിലൂടെയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ട് സംസാരിച്ച് കൂടിയിരുന്ന് ഭക്ഷണം കഴിച്ച് സംസാരിച്ച് പിരിയുന്ന ഒരു രീതിയായിരുന്നു. ഇന്ന് എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ സാധ്യമാകുന്ന ഒരു കാലം. അതുകൊണ്ട് തന്നെ പലരും സോഷ്യൽ മീഡിയയിൽ ആദ്യം ആളാകുന്നു, പിന്നീട് അവർ മറ്റു പല രൂപങ്ങളിലും പ്രത്യക്ഷപ്പെടുന്നു. നമ്മുടെ നാട്ടിൽ ഇന്ന് പണ്ഡിതൻ ചമഞ്ഞു നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. മന്ത്രവാദികൾ ആയി നടക്കുന്ന കുറേ ആളുകളുണ്ട്. വൈദ്യന്മാരായി നടക്കുന്ന കുറേ ആളുകളുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കണം, ഇന്നലെ മറ്റേതെങ്കിലും മേഖലയിൽ തൊഴിലെടുത്തിരുന്ന ആളുകളാണ് ഇന്ന് ഇവിടെ ദിവ്യന്മാരും അതുപോലെ തന്നെ സിദ്ധന്മാരും വൈദ്യന്മാരും ഒക്കെയായി വിലസുന്നത്. അതുപോലെ വലിയ തങ്ങളും ഔലിയയുമൊക്കെയായി വിലസി നടക്കുന്നത്. ഇന്നിപ്പോൾ പലരും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തുറന്നു പ്രതികരിക്കാൻ തയ്യാറായിരിക്കുന്നു. നേരത്തെ പ്രതികരിക്കാതിരുന്നതിൻ്റെ ഒരു കുഴപ്പമാണ്. പണ്ഡിതന്മാർ മനസ്സിലാക്കിയിട്ടും അതായത് പ്രതികരിക്കാതെ വന്ന സാഹചര്യത്തിലാണ് പല വ്യാജന്മാരും ഇവിടെ വളർന്നത്. ഈ 2 ദിവസം മുമ്പ് ഷിഹാബ് ചോറ്റൂരിട്ട ഒരു FB പോസ്റ്റുമായി ബന്ധപ്പെട്ട് വലിയ വിവാദം ഉയർന്നു വന്നിരുന്നു. ഷിഹാബ് ചോറ്റൂർ നേരത്തെ ഒരു പലചരക്ക് കടയിൽ സ്വന്തം പിതാവിനെ സഹായിക്കുന്ന ജോലി എടുത്തിരുന്ന ആളാണ്. എന്നാൽ നടന്ന് ഹജ്ജിന് പോയി അതിൻ്റെ പേരിൽ 10 ആളുകൾ അറിയും എന്നായപ്പോൾ ഷിഹാബിൻ്റെ രീതികളൊക്കെ മാറി. ഷിഹാബ് നാട്ടിൽ വരുന്നു, ഉയർന്ന റേഞ്ചിലുള്ള ആളുകളെ മാത്രം സന്ദർശിക്കുന്നു. അവരെ കാണാൻ വേണ്ടി പോകുമ്പോൾ ഷിഹാബ് കാറിൻ്റെ പുറകിലെ സീറ്റിൽ നിന്നും ഇറങ്ങാൻ, ഷിഹാബിന് വേണ്ടി കാറിൻ്റെ ഡോർ തുറന്നു കൊടുക്കാൻ ആളുകൾ നിൽക്കുന്നു. അതായത് അത്രമാത്രം വലിയ ആർഭാടത്തോടു കൂടിയാണ് ഈ ഷിഹാബ് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ജീവിച്ചു പോന്നിരുന്നത്. ഷിഹാബിൻ്റെ ആർഭാടത്തിലൊന്നും ഒരു കുഴപ്പവുമില്ല. ഇവിടെ ആളുകൾ കാര്യസാധ്യത്തിനു വേണ്ടി പണ്ഡിതന്മാരെ സമീപിക്കുമ്പോൾ അവർക്ക് അവരുടെ കയ്യിൽ ചില സംഭാവനകൾ കൊടുക്കുന്ന രീതിയിൽ ഷിഹാബ് പണം സ്വീകരിക്കുന്നു. ഷിഹാബിൻ്റെ കൈ പിടിച്ച് മുത്താൻ ആളുകൾ എത്തുന്നു. അതായത് സോഷ്യൽ മീഡിയ വഴി ഷിഹാബ് ഉണ്ടാക്കിയെടുത്ത ഒരു ഇമേജ്, ആ ഒരു തലത്തിലേക്ക് ഷിഹാബിനെ കൊണ്ടുപോകുന്നതിന് വേണ്ടി ഇവിടെ ചില പണ്ഡിതന്മാരും രംഗത്തിറങ്ങി. അവരുടെ ഉദ്ദേശം എന്തായിരുന്നു എന്നുള്ളത് എനിക്ക് വ്യക്തമല്ല. എന്നാൽ ഇന്നലെ വഹാബ് സക്കാഫി മമ്പാട്, ഇന്നലെയോ മിനിഞ്ഞാന്നോ ആണ്, അദ്ദേഹം FBയിൽ ഒരു കുറിപ്പ് രേഖപ്പെടുത്തിയിരുന്നു. സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ബിംബങ്ങളുണ്ട്, പല ബിംബങ്ങളും തകർന്നു വീണുകൊണ്ടിരിക്കുകയാണ്, ഇതൊക്കെ തകരാനുള്ള ബിംബങ്ങളാണ് എന്നാണ് അദ്ദേഹം അഭിപ്രായം രേഖപ്പെടുത്തിയത്. എന്നാൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം സത്യമാണ്. അതായത് ഒരുപാട് ബിംബങ്ങളുണ്ട്. നൂറെ ഹബീബ് അദ്ദേഹം തങ്ങളാണെന്ന് പറയുന്നുണ്ട്, പക്ഷേ അദ്ദേഹത്തിന് വിവരമില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ പണ്ഡിതന്മാരൊക്കെ അത് മനസ്സിലാക്കിയ കാര്യമാണ്. തുടർച്ചയായി വിവരക്കേടുകളും വിഡ്ഢിത്തങ്ങളും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അത്തരത്തിൽ വിവരക്കേടും വിഡ്ഢിത്തവും പറഞ്ഞു നടക്കുന്ന ഒരു കക്ഷി ഇവിടെ ഒരു സമുദായത്തിലെ കുറച്ച് ആളുകളെ മുന്നിൽ നിന്ന് നയിക്കുകയാണ്. ഇത്തരത്തിലൊരു വ്യക്തി സമുദായത്തിലെ കുറച്ച് ആളുകളെ മുന്നിൽ നിന്ന് നയിക്കാൻ രംഗത്തെത്തിയാൽ പുറകിൽ നിൽക്കുന്ന അനുയായികളുടെ അവസ്ഥ എന്തായിരിക്കും? ആശാൻ അക്ഷരം 1 പിഴച്ചാൽ 51 പിഴക്കും ശിഷ്യന് എന്നാണ് പഴഞ്ചൊല്ല്. അതായത് ഇയാൾ ഒരു തെറ്റ് ചെയ്താൽ പുറകിൽ നിൽക്കുന്നവർ 51 തെറ്റുകൾ ചെയ്തിരിക്കും. അതായത് അത്തരത്തിൽ ആളുകളെ വഴി പിഴപ്പിക്കുന്ന രീതിയിൽ ഒരു വിഭാഗം ഇവിടെ പല കാര്യങ്ങളിലും നേതാവ് ചമഞ്ഞ് അവർ പണ്ഡിതന്മാരാണ്, അവർ ദിവ്യന്മാരാണ്, അവർ സിദ്ധന്മാരാണ് എന്ന് പറഞ്ഞ് ഇവിടെ വിലസി നടക്കുകയാണ്. തീർച്ചയായും ഇത്തരക്കാരെ നിലക്കു നിർത്താൻ പണ്ഡിതന്മാർ തന്നെയാണ് രംഗത്ത് വരേണ്ടത്. കഴിഞ്ഞ ദിവസം ഷിഹാബുമായി ബന്ധപ്പെട്ട് ഞാനൊരു പ്രതികരണം നടത്തിയപ്പോൾ ആ വിഷയത്തിൽ പല കമൻറ്റുകളും ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അതായത് പല വിഷയങ്ങളും നിങ്ങൾ സത്യസന്ധമായി റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഈ ഒരു വിഷയത്തിൽ നിങ്ങൾ ആലോചിക്കാതെയാണ്, പഠിക്കാതെയാണ് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും അത് ശരിയായില്ല എന്നൊരു അഭിപ്രായം രേഖപ്പെടുത്തിയിരുന്നു. 100% ശരിയാണ് എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ പേരിലാണ് ഷിഹാബിൻ്റെ വിഷയത്തിൽ ഷിഹാബ് ചെയ്യുന്നത് ശരിയല്ല എന്ന് ഞാൻ പറഞ്ഞത്. ഇവിടെ ലോകം മുഴുവൻ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ട് 92-ൽ ബാബരി മസ്ജിദ് പൊളിച്ചതും അതുമായി ബന്ധപ്പെട്ട് ഉണ്ടായ സുപ്രീം കോടതി വിധിയും, എന്തായാലും സുപ്രീം കോടതി വിധി അത് സുപ്രീം കോടതിയുടെ ഒരു കാര്യമായതുകൊണ്ട് ആ വിഷയത്തിൽ ആരും പ്രതികരിച്ചിട്ടില്ല. എന്നാൽ 92-ൽ പള്ളി പൊളിച്ച വിഷയവുമായി ബന്ധപ്പെട്ട് അന്നുണ്ടായതിനേക്കാൾ കടുത്ത പ്രതിഷേധവും പ്രതികരണങ്ങളും ലോകരാജ്യങ്ങൾ പോലും രേഖപ്പെടുത്തുന്നുണ്ട്. അതായത് ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്നുണ്ട് ഇന്ത്യയിൽ എന്താണ് നടക്കുന്നത്. ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന പല നീക്കങ്ങളും
ലോകത്തുള്ള മറ്റു മുസ്ലിം രാജ്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, അവർ ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. അത്തരത്തിലൊരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ഇവിടെ ആ ഒരു ദിവസം ആ പരിപാടിയുടെ ഉദ്ഘാടകനായ നരേന്ദ്രമോദിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ആ ഒരു പ്രത്യേക ദിവസമാണെന്ന് ആലോചിക്കണം. ഒന്നുകിൽ ഇവൻ ആളാവാൻ വേണ്ടി ചെയ്തത്, അല്ലെങ്കിൽ ഇവന് സംഘപരിവാരങ്ങളുടെ ഭാഗത്തു നിന്നും ഒരു ഓഫർ കിട്ടിയതിൻ്റെ പേരിൽ ചെയ്തത്. എന്തിൻ്റെ പേരിലാണെങ്കിലും അത് അംഗീകരിക്കാൻ പറ്റില്ല എന്നതാണ് എൻ്റെ നിലപാട്. അതുപോലെ തന്നെ തൊപ്പിയും അതുപോലെ ജുബ്ബയും ഒക്കെ ഇട്ട് ഈ മതത്തെ വിറ്റ് കാശാക്കാൻ പറ്റില്ല. മറ്റെന്തെങ്കിലും പണിയെടുത്തോട്ടെ. അയാൾ സാമൂഹിക മാധ്യമങ്ങളിലൂടെ പല കാര്യങ്ങളും ചെയ്യാം, അതായത് വാർത്തകൾ പറയാം, അതുപോലെ തന്നെ പാട്ട് പാടാം. അയാൾക്ക് അത്തരത്തിലുള്ള വല്ല പരിപാടികളുമാണ് ഉദ്ദേശമെങ്കിൽ അത് നടത്തട്ടെ. പക്ഷെ മതത്തിന്റെ പേര് പറഞ്ഞ് മതത്തെ വിറ്റ് കാശാക്കാൻ പറ്റില്ല. അത് ഇയാളുടെ തറവാട്ടുവക സ്വത്തല്ല എന്ന രീതിയിൽ തന്നെയാണ് ആ കാര്യം പറഞ്ഞത്. എന്നാൽ അത് പറഞ്ഞതിലാണ് ചില ആളുകൾ അത്തരത്തിലുള്ള ചില വിമർശനങ്ങൾ ഉന്നയിച്ചത്. എന്തായാലും ഞാൻ പറഞ്ഞു വന്നത്, വഹാബ് സഖാഫി മമ്പാട് അദ്ദേഹത്തിന്റെ ഒരു പോസ്റ്റ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞു, ഇനിയും ഒരുപാട് ബിംബങ്ങൾ ഉടഞ്ഞു വീഴാനുണ്ട്. സോഷ്യൽ മീഡിയയിൽ അത്തരത്തിലുള്ള ഒരുപാട് ബിംബങ്ങളുണ്ട്. പലരെയും നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു അവസ്ഥയിലാണ്. ഒരു കാര്യം എനിക്ക് വഹാബ് സഖാഫിയോടും അഭ്യർത്ഥിക്കാനുണ്ട്. അതായത് ഇത്തരത്തിലുള്ള ആളുകളെ കണ്ട ഉടനെ തന്നെ അവരെന്താണ് എന്നതിനെക്കുറിച്ച് പറയാൻ താങ്കളെപ്പോലുള്ള പണ്ഡിതന്മാർ രംഗത്ത് വരണം. താങ്കളെപ്പോലുള്ളവർ വൈകിയതിൻ്റെ പേരിലാണ് ഇവരൊക്കെ ബിംബങ്ങളായത്. തീർച്ചയായും അവരെ തുറന്നു കാണിക്കാൻ തയ്യാറാകണം. ഇതൊക്കെ ആദ്യം മനസ്സിലാക്കാൻ കഴിയുന്നത് താങ്കളെപ്പോലുള്ള ആളുകൾക്കാണ്, മതരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്കാണ്, പണ്ഡിതന്മാർക്കാണ്. തീർച്ചയായും താങ്കളെപ്പോലുള്ളവർ ഇപ്പോഴെങ്കിലും പറഞ്ഞത് വളരെ നല്ല കാര്യമാണ്. കുറച്ച് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നേരത്തെ ഇത്തരത്തിലുള്ള സാമൂഹ്യ വിരുദ്ധരെ പൊക്കിക്കൊണ്ട് നടന്ന പണ്ഡിതന്മാർ അന്ന് ആ ഒരു നടപടി അവരുടെ ഭാഗത്തു നിന്നുണ്ടായില്ലെങ്കിൽ ഇവിടെ ഒരുപാട് കുടുംബങ്ങൾ ഇപ്പോഴും നല്ല രീതിയിൽ മുന്നോട്ട് പോകുമായിരുന്നു. ഇത്തരത്തിലുള്ള വ്യാജന്മാരും സിദ്ധന്മാരും തട്ടിപ്പുകാരും ഒക്കെ കാരണം നമ്മുടെ നാട്ടിൽ ഒരുപാട് കുടുംബങ്ങൾ വലിയ പ്രശ്നത്തിലായിട്ടുണ്ട്. പലരും നാണക്കേട് ഭയന്നാണ് അത് പുറത്തു പറയാത്തത്. സമൂഹത്തെയും സമുദായത്തെയും മാത്രമല്ല, ഒറ്റപ്പെട്ട ചില കുടുംബങ്ങളെ പോലും ആക്രമിക്കുന്നു പണത്തിനു വേണ്ടി. സാമൂഹിക മാധ്യമങ്ങൾ വഴി അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കുന്ന ഒരു കാലമാണ്. ജാഗ്രതയോടുകൂടി തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തുറന്നു പറയാൻ എല്ലാവരും രംഗത്ത് വരണം. തീർച്ചയായും വഹാബ് സഖാഫി പല സമയങ്ങളിലും പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ടും അദ്ദേഹത്തിൻ്റെ പല വിമർശനങ്ങളും അതുപോലെ തന്നെ പ്രതികരണങ്ങളും എൻ്റെ ശ്രദ്ധയിൽപ്പെടാറുണ്ട്. കുറച്ചുകൂടെ നേരത്തെയാക്കിയാൽ അത്രയും നല്ലത് എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്.